ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു നമ്മൾ 220ക്ക് ഇങ്ങനെ V3യുടെ ഹാൻഡിൽ സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ 220ക്ക് V3യുടെ ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ 220, നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇത് നമ്മളിന്ന് V3യുടെ ഹാൻഡിലാണ് ഈ വണ്ടിക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് ഹാൻഡിൽ നമ്മൾ ഇളക്കിയിട്ട് കുറച്ചുകൊണ്ട് ലോവർ ചെയ്തിട്ട് ഇതങ്ങ് വെച്ച് കൊടുക്കും. അതിൻ്റെ വീഡിയോസാണ് ഇന്ന് ചെയ്യണത് ഗൈസ്. അപ്പോൾ നമ്മൾ V3യുടെ ഹാൻഡിൽ 220ക്ക് സെറ്റായി. പക്ഷേ ഡയറക്റ്റ് ഫിറ്റ് അല്ലാണ്ടാ, ഇങ്ങനെ നമ്മളെ 220 സ്റ്റമ്പ് പോയിട്ട് ഇതിനകത്ത് ഇത്ര ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ലീത്തി കൊടുത്ത് ഈ സാധനം പൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വയ്ക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഫിറ്റായിട്ടിരിക്കും വണ്ടി. വേറെ ഇനി ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒരു ഹോളും കൂടി ഇട്ടാൽ V3 ഹാൻഡിൽ സെറ്റായിട്ടിരിക്കും കേട്ടോ ഇതിൽ. അപ്പം വീഡിയോ ഇത്രയും തന്നെ. ഇനി സെറ്റ് ചെയ്തിട്ട് ബാക്കി വീഡിയോസ് വണ്ടിയുടെ ഫുൾ വീഡിയോ കാണിച്ചു തരാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല, ഇത്രയും എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ V3യുടെ ഹാൻഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇത് വെച്ച് കഴിയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ലുക്ക്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മളെ സ്റ്റോക്ക് ഹാൻഡിൽ ഇളക്കണം. എന്നിട്ട് ഫ്രണ്ട് കുറച്ച് ഇവിടെ നിന്ന് ഇത്രയും ഈ കണക്കിന് അഡ്ജസ്റ്റ് താക്കണം. അത് കഴിഞ്ഞ് ഹാൻഡിൽ വയ്ക്കണം. പിന്നെ ഇതിനകത്ത് കണ്ടോ ഒരു റിങ് പോലെ ഒരു പട്ട വെച്ചിട്ടുണ്ട്, അതും കൂടി വയ്ക്കുമ്പോഴത്തേക്കും സെറ്റാവും. പിന്നെ ഇത്ര തന്നെ ഹാൻഡിൽ വയ്ക്കാനുള്ള വേറെ പിന്നെ ഓട്ടിച്ചിട്ട് ബ്രോ എങ്ങനെയുണ്ട്? അവർക്ക് എങ്ങനെയുണ്ട്? അടിപൊളി. ഓട്ടിച്ചിട്ട് എങ്ങനെയുണ്ട് വണ്ടി ഹാൻഡിൽ വെച്ചിട്ട്? ഫ്രണ്ടിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി കവർ ചെയ്താൽ നല്ല ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. ഇത് ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ തോന്നിയത്. അപ്പം ഓക്കെ ബൈ.